എല്ലാവർക്കും AZB അക്കാഡമിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ വേരിയസ് LGSന്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിന് കുറച്ച് പേര് കമന്റ് ബോക്സിലും അല്ലാതെ നമുക്ക് ഇൻസ്റ്റയിലൊക്കെ പേഴ്സണൽ ആയിട്ട് എനിക്ക് DM ചെയ്തിട്ടുണ്ടായിരുന്നു, കുറെ കാര്യങ്ങൾ ചോദിച്ച്. അപ്പൊ ഒരുപാട് പേർക്ക് റിപ്ലൈ കൊടുത്തു. പക്ഷെ കോമൺ ആയിട്ടുള്ള കാര്യം തന്നെ വീണ്ടും ആവർത്തിക്കാൻ താല്പര്യമില്ലാത്തത് കൊണ്ട് ഒരൊറ്റ വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയസ് LGS നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. എടാ, ഇത് 7th ക്ലാസ് യോഗ്യതയുള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാനായിട്ട് പറ്റുന്ന പരീക്ഷയാണ്. നിങ്ങൾക്ക് 10th ക്വാളിഫൈഡ് ആയിട്ടുള്ളവരാണെങ്കിലും +2 ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഇത് എഴുതാനായിട്ട് പറ്റും. ഇനി ഡിഗ്രി PG ഉള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഓൾറെഡി നമുക്ക് മറ്റ് LGS എക്സാം ഉണ്ട്. അതായത് നമുക്കിനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി LGS, അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS ഓൾറെഡി കഴിഞ്ഞു. അതൊക്കെ ഡിഗ്രിക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. വേരിയസ് LGS പണ്ട് മുതലേ ഉള്ള ഒരു കാര്യം തന്നെയാണ്. അതായത് ഈ OA, അതുപോലെ തന്നെ ക്വാളിഫിക്കേഷൻ കുറവുള്ളവർ, അല്ലെങ്കിൽ ക്വാളിഫിക്കേഷൻ കുറവ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് 7ാം ക്ലാസ് മാത്രമുള്ളവർ, അല്ലെങ്കിൽ 8ാം ക്ലാസ് ഉള്ളവർ, അല്ലെങ്കിൽ 10 പാസ് ആവാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടി സർക്കാർ സർവീസിൽ ഒരു കോൺട്രിബ്യൂഷൻ നൽകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു അവസരമാണ് സർക്കാർ എന്ത് ചെയ്തിരിക്കുന്നത്, PSC വഴി എന്ത് ചെയ്തിരിക്കുന്നത്, ഈ ആളുകൾക്ക് കൂടി ഒരു അവസരം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക്, PG ഉള്ളവർക്കൊക്കെ നിങ്ങൾക്ക് വേറെയും എന്താണ് പരീക്ഷകൾ എഴുതാം. LDC എഴുതാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഡിഗ്രിക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, കമ്പനി ബോർഡിന്റെ ഇപ്പൊ നമുക്ക് ഓൾറെഡി പരീക്ഷ വരാൻ പോകുന്നു. SBCID, CAT തുടങ്ങിയ ഒരുപാട് പരീക്ഷകളും മറ്റും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഈ പറഞ്ഞിരിക്കുന്ന ഡിഗ്രി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി ഇത് യോഗ്യത എന്താണെന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഓക്കെ, ഇനി ഞാൻ പറഞ്ഞ പോലെ തന്നെ അവസാനത്തെ നോട്ടിഫിക്കേഷൻ വന്നത് 2023 അതുപോലെ തന്നെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നത് 2024 ദെൻ ഇതിന്റെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ഓരോ ജില്ലാ അടിസ്ഥാനത്തിലാണ് നമുക്ക് റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എന്നിരുന്നാൽ പോലും ഓഗസ്റ്റ് 2025 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്ന പരീക്ഷയുടെ കാലാവധി 3 വർഷമാണ്. അപ്പോൾ ഏതാണ് ഓഗസ്റ്റ് അതേ ദിവസം തന്നെ 2028 ആകുമ്പോഴത്തേക്കും എന്ത് സംഭവിക്കും, ആ പരീക്ഷയുടെ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി തീരുകയാണ് അല്ലെ. ഇനി ഈ 2028 എന്ത് ചെയ്യണം, പുതിയ റാങ്ക് ലിസ്റ്റ് അന്ന് തന്നെ, അതായത് കാലാവധി തീരുന്ന അന്ന് മുതൽ തന്നെ പുതിയ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നാൽ മാത്രമാണ് അടുത്ത ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ജോലിയിലേക്ക് കയറാനായിട്ട് പറ്റുള്ളൂ. ഇപ്പൊ നമ്മുടെ ഇലക്ഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് റാങ്ക് ലിസ്റ്റ് അഡ്വൈസ് പോകുന്നത് കുറച്ച് സ്ലോ ആണ്. പക്ഷെ എങ്കിൽ കൂടി നിങ്ങൾ എന്താ ആക്കണ്ട, എത്രയും പെട്ടെന്ന് ഇത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് റാങ്ക് ലിസ്റ്റ് അഡ്വൈസ് പോയി തുടങ്ങും. ഓക്കെ, കുറച്ച് സ്ലോ ആയിട്ടാണ് പോകുമെങ്കിൽ പോലും നിങ്ങൾ അത് ഓർത്ത് വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ അഡ്വൈസ് നീങ്ങാനുള്ള സാധ്യതയുണ്ട്. ഇപ്പൊ ഇലക്ഷനും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കുറച്ച് സ്ലോ ആയിട്ട് പോകുന്നത്. ഇനി നമ്മൾ നോക്കിയാൽ ഓഗസ്റ്റ് 2028 എന്താണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത്, അതായത് ഇനി വരാനിരിക്കുന്ന പരീക്ഷയുടെ കാലാവധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2028 + 3 വർഷമായിരിക്കും. ഓക്കെ, അപ്പൊ എപ്പോഴായിരിക്കും ഈ പരീക്ഷ നടക്കേണ്ടത്, ഒരു 2027 അതായത് അടുത്ത വർഷമെങ്കിലും ഈ ഒരു പരീക്ഷ നടന്നാൽ മാത്രമാണ് ആ റാങ്ക് ലിസ്റ്റ് വരാനായിട്ട് പറ്റുള്ളൂ അല്ലെ. അപ്പൊ ഇതിന്റെ നോട്ടിഫിക്കേഷൻ എപ്പോഴൊക്കെ വരണം, ഈ വർഷം ഒരു അവസാനത്തോട് കൂടിയിട്ടെങ്കിലും എന്ത് ചെയ്യണം, നോട്ടിഫിക്കേഷൻ PSC റിലീസ് ചെയ്യണം. അതായത് 2026 നവംബർ മാസമോ അല്ലെങ്കിൽ ഡിസംബർ മാസത്തിനുള്ളിൽ എന്താണ് ഇതിന്റെ നോട്ടിഫിക്കേഷൻ വരും. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ സമയത്ത് ആർക്കൊക്കെ അപേക്ഷിക്കാനായിട്ട് സാധിക്കും, ഇത് പഠിച്ചു തുടങ്ങാം എന്നുള്ളത് നമുക്ക് ഒരു ഏജ് ലിമിറ്റ് ഉണ്ട്. അപ്പൊ ആ ഏജ് ലിമിറ്റിനുള്ളിൽ നിൽക്കുന്നവർക്കായിരിക്കും ഇതിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അപേക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ അല്ലെ. അപ്പം അത് കൂടി ഈ ഒരു വീഡിയോയിൽ ഞാൻ വ്യക്തമാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു 7th ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഈ ഒരു പരീക്ഷയ്ക്ക് എഴുതാനായിട്ട് പറ്റുന്നതെന്നുള്ളത്. അതായത് 10th +2 വരെയുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാൻ പറ്റും വേരിയസ് LGS എക്സാമിന് വേണ്ടിയിട്ട്. ഇതിന്റെ ഒരു ഹൈലൈറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലെവൽ 7th ക്വാളിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് ബാക്കിയുള്ള പരീക്ഷകൾ, എസ്പെഷ്യലി നമ്മൾ LDC ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത്രമാത്രം ടഫ് ഇല്ല എക്സാം. പക്ഷെ കട്ട് ഓഫ് ജില്ലാതലം അടിസ്ഥാനമാക്കിയിട്ടാണ് വരുന്നത്. നമുക്ക് അവിടെ ഇംഗ്ലീഷും മലയാളം പഠിക്കാനില്ല, GK മാത്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ, GKയിലെ തന്നെ സയൻസ്, ഹിസ്റ്ററി, പോളിറ്റി എന്നുള്ള എക്കണോമിക്സ് ഏരിയയൊക്കെയാണ്, കറണ്ട് അഫയേഴ്സ് ഒക്കെയാണ് വരുന്നത്. അത് പഠിച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, റാങ്ക് ലിസ്റ്റിൽ കയറാനായിട്ട് വളരെ അനായാസം പറ്റുന്നതാണ്. ഇനി മാത്രമല്ല ഇതിന്റെ ഏജ് ലിമിറ്റ് ഇപ്പൊ ഞാൻ ഇത് എടുത്തിരിക്കുന്നത് 2025 അവസാനം നോട്ടിഫിക്കേഷൻ വന്ന ബേക്കോ LDCയുടെ നോട്ടിഫിക്കേഷനാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഏജ് ലിമിറ്റ് പറയുന്നത് നമുക്ക് സാധാരണയായിട്ട് നിങ്ങളൊരു ജനറൽ കാറ്റഗറി, അതായത് ഈ വർഷം നിങ്ങൾക്ക് 36 വയസ്സ് ആവുകയാണെങ്കിൽ, അതായത് ഈ വർഷം നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് നിങ്ങൾക്ക് 36 വയസ്സുണ്ട് എങ്കിൽ ജനറൽ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്.
ഇനി OBC കാറ്റഗറിയിൽപ്പെട്ട ആളുകളാണെങ്കിൽ 39 വയസ്സ് വരെ ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി SC/ST ആണെങ്കിലോ 6 വർഷത്തെ ഏജ് റിലാക്സേഷൻ ആണ് വരുന്നത്. 36 + 5 എത്രയാണ് 41 വയസ്സ് നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനിയും കുറെ ആളുകൾ ഡൗട്ട് ചോദിക്കുന്നത് നിങ്ങളുടെ ബർത്ത് ഡേറ്റ് വെച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് പറയുന്നത് 2/1/1989 LDC ബേവ്കോ LDC വന്നത്. ഇനി അപേക്ഷിക്കാൻ പറ്റുന്നവർക്ക് ബോൺ ബിറ്റ്വീൻ 2/1/1990. ഓക്കെ, അതേപോലെ തന്നെ 1/1/2008 ഇതിൻ്റെ ഇടയിൽ ജനിച്ച ആളുകൾക്കായിരിക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത്, ഇതിന് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, അപ്പം 90 നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇനി ഏജ് ലിമിറ്റ് വെച്ച് പറയുകയാണെങ്കിൽ ഇതാണ് അതിൻ്റെ സത്യാവസ്ഥ. ഇനി നമുക്ക് OBC ആണെങ്കിൽ -3 ആണ്. അപ്പം എത്ര വരും? 87 അല്ലെ? അപ്പം 87-ലുള്ളവർക്ക് ഇതിന് അപേക്ഷിക്കാനായിട്ട് പറ്റും. 87, 88, 89, 90. അപ്പോൾ OBC കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്ക് ഇത് അപേക്ഷിക്കാനായിട്ട് പറ്റും. നിങ്ങൾ ഏത് കാസ്റ്റ് ആണെന്നുള്ളത് അല്ലെങ്കിൽ OBC ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കുറച്ചുപേർ കമന്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറി, അതുപോലെ തന്നെ നമുക്ക് ഹിന്ദുസിൽ തന്നെ കുറച്ച് OBC കാറ്റഗറി വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്വയം കാസ്റ്റ് ഏതാണെന്ന് ഒന്ന് നിങ്ങൾ തന്നെ ഒന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഓക്കെ, അപ്പം ഈ ഒരു ഏജ് ലിമിറ്റിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡെഫിനറ്റ്ലി ഈ ഒരു എക്സാമിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ. ഇനി മറ്റൊരു കാര്യം കൂടി പറയട്ടെ, നിങ്ങൾക്ക് എക്സാം എന്തായാലും ഇനി നമുക്കൊരു അടുത്ത വർഷമാണ് വരുള്ളൂ. അപ്പോൾ ഒരു 150 ദിവസം നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സ്റ്റഡി പ്ലാൻ പ്രകാരമുള്ള ഒരു ക്ലാസ് നമ്മൾ കൊണ്ടുവരികയാണ്. അതായത് ഓരോ ദിവസവും നിങ്ങൾക്ക് പഠിക്കാനുള്ള കോണ്ടന്റ് തരും. അതിനെ ബേസ് ചെയ്തിട്ട് എന്താണ്, അതിൻ്റെ എല്ലാ ദിവസവും എക്സാം ഉണ്ടാവും. 150 ഡേയ്സ് സ്റ്റഡി പ്ലാൻ പ്ലസ് 150 മോക്ക് എക്സാം ഓരോ ദിവസവും നമ്മൾ നൽകുന്നുണ്ട്. അതുകൂടാതെ ഓരോ 10 ഡേയ്സ് കൂടുമ്പം OMR ഓഫ്ലൈനായിട്ട് OMR നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ആ OMR എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന OMR പ്രാക്ടീസ് ആണ്. അതായത് ഇതുപോലൊരു ബുക്ക് ഉണ്ടാകും. നിങ്ങൾക്ക് ക്ലാസ്സിൻ്റെ ജോയിൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബുക്ക് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. ദെൻ ഡേ 1 തൊട്ട് 10 വരെ നിങ്ങൾ പഠിക്കുന്ന എക്സാമിനെ ആസ്പദമാക്കി, ക്ലാസ്സുകളെ ആസ്പദമാക്കി 100 മാർക്കിൻ്റെ മോക്ക് ടെസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാകും. അത് നിങ്ങൾക്ക് ഇവിടെ പ്രാക്ടീസ് ചെയ്ത് നോക്കി നിങ്ങളുടെ പഠന നിലവാരം നിങ്ങൾക്ക് തന്നെ അനാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അങ്ങനെ 10, 20, 30 അങ്ങനെ കൂടുമ്പോൾ നിങ്ങൾക്ക് 100 മാർക്കിൻ്റെ OMR PYQ സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾക്ക് തരുന്ന നിങ്ങളെ കൊണ്ട് OMRൽ ചെയ്യിപ്പിക്കുന്നതാണ്. അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സും റെക്കോർഡഡ് ക്ലാസ്സും നിങ്ങൾക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്. തുടങ്ങിയ ഒട്ടനവധി ഫീച്ചേഴ്സാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നൽകുന്നത്. നമ്മൾ പറയുന്ന പോലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ജോലി ഉറപ്പ് തന്നെയാണ്. ഓരോ ദിവസമുള്ള സ്റ്റഡി പ്ലാൻ ഉണ്ട്, SCERT സ്പെഷ്യൽ സെഷൻസ് ഉണ്ട്, കറണ്ട് അഫയേഴ്സ് സെഷൻസ് ഉണ്ട്, തുടങ്ങിയ എല്ലാ ഫീച്ചേഴ്സും കൂടിയ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള പാക്കേജാണ് AZB അക്കാഡമി വേരിയസ് LGSന് വേണ്ടിയിട്ട് നൽകുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോഴേ മുതൽ നിങ്ങൾ പഠിച്ചു തുടങ്ങുവാണെങ്കിൽ നമ്മുടെ മുന്നിൽ ടൈം ഉണ്ട്. ഓരോ ദിവസം 2 മണിക്കൂറൊക്കെ വെച്ച് നിങ്ങൾക്ക് രാവിലെ രാത്രി ഇരുന്നാൽ തന്നെ നമ്മുടെ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്ത് പഠിച്ചു പോകാനായിട്ട് പറ്റുന്നതാണ്. പരീക്ഷയ്ക്ക് മുൻപ് തന്നെ ഫുൾ സിലബസ് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് മാക്സിമം റിവിഷൻ ക്ലാസ്സുകൾ ലഭിക്കുന്നതാണ്. ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യുക. ഇനി മടിച്ചു നിൽക്കണ്ട. നിങ്ങളുടെ ഈ ഒരു നിമിഷത്തെ തീരുമാനമാണ്, നിങ്ങളുടെ എഫേർട്ടാണ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ നിങ്ങൾക്ക് മികച്ചതാവാനായിട്ട് പോകുന്നത്. അപ്പോൾ വീഡിയോയിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. Till then, bye bye and thank you.